ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. LPSCയുടെയും UPSCയുടെയും വീണ്ടും ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട്. നമുക്ക് ഈ വീഡിയോയിൽ ഏതൊക്കെ ജില്ലകളാണെന്ന് നോക്കാം. അതുമാത്രമല്ല, ഇതുവരെ ഏതൊക്കെ ജില്ലകളിൽ LPയുടെ വന്നു, UPയുടെ വന്നു, അവിടെയൊക്കെയുള്ള കട്ട് ഓഫ് എത്രയാണെന്നൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. ഒരുപാട് പേര് വീഡിയോ കണ്ടിട്ട് പോകുന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ, അപ്പോൾ അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി എത്തിക്കുക, ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, റെഡിയല്ലേ? എല്ലാ ഫ്രണ്ട്സും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഒന്നുകൂടെ പറയുകയാണ്. അപ്പം കാസർഗോഡിൽ UP വന്നിട്ടുണ്ട്. കാസർഗോഡ് UP ലിസ്റ്റ് വന്നിട്ടുണ്ട്. കട്ട് ഓഫ് 62 മാർക്കാണ്. കട്ട് ഓഫ് 62 മാർക്കാണ്. അതിൽ ഷോർട്ട് ലിസ്റ്റിൽ 1158 പേരാണുള്ളത്. 1158 പേരാണുള്ളത്. മെയിൻ ലിസ്റ്റിൽ 558 പേരുണ്ട്. മെയിൻ ലിസ്റ്റിൽ 558, സപ്ലിമെൻ്ററിയിൽ 584, ഡിഫറൻ്റ്ലി ഏബിൾ ആയിട്ടുള്ളവർ 16 പേർ. അങ്ങനെ ടോട്ടൽ 1158 പേരടങ്ങുന്ന ഒരു ഷോർട്ട് ലിസ്റ്റാണ് PSC പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. കാസർഗോഡ് ജില്ലയവർ എക്സാം എഴുതിയവരും സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തവരൊക്കെ ഒന്ന് ഷോർട്ട് ലിസ്റ്റ് ചെക്ക് ചെയ്യാം. നിങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇല്ലാത്തവർ ടെൻഷൻ അടിക്കണ്ട. നമ്മൾ ധൈര്യമായിട്ട് അടുത്ത എക്സാമിന് വേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. എല്ലാവർക്കും കിട്ടും. അപ്പം അടുത്ത ഏത് ജില്ലയിലാണ് വന്നിട്ടുള്ളതെന്ന് നോക്കാം. തിരുവനന്തപുരം ജില്ലയിലാണ് വന്നിട്ടുള്ളത്. തിരുവനന്തപുരം ജില്ലയിൽ മാർക്കും കട്ട് ഓഫൊക്കെ നമുക്ക് നോക്കാം. തിരുവനന്തപുരം LPSA എടുക്കുകയാണെങ്കിൽ അവിടെ കട്ട് ഓഫ് വന്നിട്ടുള്ളത് 41.67 ആണ്. 41.67. അവിടെ എക്സാം എഴുതിയവർ 3161 പേരാണ് എക്സാം എഴുതിയവർ. ഷോർട്ട് ലിസ്റ്റ് 1143 പേരുണ്ട്. അതിൽ 580 പേർ മെയിൻ ലിസ്റ്റും 550 പേർ സപ്ലിമെൻ്ററിയുമാണ്. 13 പേര് ഡിഫറൻ്റ്ലി ഏബിൾ ആയിട്ടുള്ളവരുമാണ്. അപ്പോൾ അതിൻ്റെ അടുത്ത് നോക്കാം. അടുത്ത തിരുവനന്തപുരം UP ലിസ്റ്റും വന്നിട്ടുണ്ടായിരുന്നു. 62.33 കട്ട് ഓഫ്. ടോട്ടൽ ഷോർട്ട് ലിസ്റ്റിൽ 1121 പേരുണ്ട്. അതിൽ മെയിൻ ലിസ്റ്റിൽ 554 പേരും സപ്ലിമെൻ്ററിയിൽ 548 പേരുമാണുള്ളത്. 19 പേർ ഡിഫറൻ്റ്ലി ഏബിൾ ആയിട്ടുള്ളവരും. ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ നിർബന്ധമായിട്ടൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം നമുക്ക് അടുത്തത് നോക്കാം. LPയുടെ ഏതൊക്കെ ജില്ലകൾ വന്നു, UPയുടെ ഏതൊക്കെ ജില്ലകൾ വന്നു എന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം, എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അതിന് മുമ്പ് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. നഴ്സറി ടീച്ചർ കാറ്റഗറി നമ്പർ 298/2023 ഈ അടുത്ത് എക്സാം നടത്തിയിരുന്നു. അത് എഴുതിയവർക്ക് പ്രൊഫൈലിൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഷോർട്ട് ലിസ്റ്റ് മെസ്സേജൊക്കെ വന്നിട്ട് തുടങ്ങിയിട്ടുണ്ട്. എഴുതിയവരൊന്ന് പ്രൊഫൈൽ ചെക്ക് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് ആലപ്പുഴ 61.33, പത്തനംതിട്ട 55.33, വയനാട് 62.33, ഇടുക്കി 57, എറണാകുളം 61.67, കണ്ണൂർ 65, മലപ്പുറം 66.33, തൃശ്ശൂർ 62.67, പാലക്കാട് 64.33, കോഴിക്കോട് 66.33, കൊല്ലം 65.33, തിരുവനന്തപുരം 62.33. ഇത്ര 12 ജില്ലകളിൽ വന്നു. ഇനി 2 ജില്ല കൂടിയേ UP ലിസ്റ്റ് വരാനുള്ളൂ. അതൊന്ന് കോട്ടയം, ഒന്ന് കാസർഗോഡ്. ഒന്നെങ്കിൽ ഈ 2-3 ദിവസങ്ങളായിട്ട് ഞായറാഴ്ച വരില്ല, അല്ലെങ്കിൽ തിങ്കളാഴ്ചയൊക്കെ ആകും ലിസ്റ്റ്. തിങ്കളാഴ്ച മിക്കവാറും തിങ്കളാഴ്ച തന്നെയായിരിക്കും എന്തായിട്ടും ലിസ്റ്റ് വരും. അപ്പം ലിസ്റ്റിൽ വരാത്തവരൊന്നും നിരാശപ്പെട്ട് സങ്കടപ്പെട്ടിരിക്കേണ്ട, നമുക്ക് അടുത്തതിൽ പിടിക്കാം. ഓക്കെ, അപ്പോൾ LPയുടെ ഏതൊക്കെ ജില്ലകൾ വന്നു നോക്കാം. വയനാട് 42, ഇടുക്കി 38.67, എറണാകുളം 39.67, ആലപ്പുഴ 42.33, കണ്ണൂർ 46.67, പാലക്കാട് 46.33, കോഴിക്കോട് 45.33, പത്തനംതിട്ട 39, കൊല്ലം 43.67, മലപ്പുറം 45.67,
തിരുവനന്തപുരം 41.67. 11 ജില്ലകൾ LPയുടെ ലിസ്റ്റ് വന്നു കഴിഞ്ഞ് ഇനി 3 ജില്ല കൂടെയുണ്ട്, കോട്ടയം, തൃശ്ശൂർ, കാസർഗോഡ്. അപ്പോൾ UP പറഞ്ഞ പോലെ തന്നെ 2-3 ദിവസത്തിനുള്ളിൽ ഉറപ്പായിട്ടും അവിടുത്തെ വരും. അത് കഴിഞ്ഞാൽ ഇൻ്റർവ്യൂ ആണ്. ഇൻ്റർവ്യൂ കഴിഞ്ഞാൽ റാങ്ക് ലിസ്റ്റും എത്രയും പെട്ടെന്ന് തന്നെ പ്രസിദ്ധീകരിക്കുമെന്നാണ് പ്രതീക്ഷ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് എത്തിക്കണേ. പിന്നെ അപ്പം പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു.